മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായിട്ടുള്ള മത്തി കൊണ്ടുള്ള ഒരു മീൻ പീരയാണ്. നത്തലോ അല്ലെങ്കിൽ ചെറിയ അയില, മത്തി ഇതുകൊണ്ടൊക്കെ നമുക്ക് ഈ മീൻ പീര തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. മത്തിപ്പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ മത്തി, അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. 1 മുറി തേങ്ങ ചിരകിയെടുത്തത്, 12 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 1 പിടി കാന്താരി. ഇനി കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇതുപോലെ 3-4 എണ്ണം പച്ചമുളക് എടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, 3 കുടംപുളി ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മീൻ പീര തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരണ്ടിയതും കട്ട് ചെയ്ത ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കറക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഒരു ചട്ടിയിലിട്ടതിന് ശേഷം കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനുശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ മത്തിയിൽ നിന്നും തേങ്ങയിൽ നിന്നും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇറങ്ങി വന്ന് നന്നായിട്ട് കുക്കായിക്കൊള്ളും. വെള്ളമൊക്കെ നന്നായി പറ്റി വന്ന് നന്നായി കുക്കായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈ മീൻ പീര ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവർക്ക് മനസ്സിലായെന്ന് കരുതുന്നു എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. അപ്പം നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.